guys, welcome back to Bioshots. നമ്മൾ ബ്ലഡിന്റെ വീഡിയോ ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? അതിൽ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ RBC ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. അത് മാത്രമല്ല ബ്ലഡിന്റെ ഫംഗ്ഷൻ പഠിച്ചിരുന്നു. അത് മാത്രമല്ല ഫോംഡ് എലമെന്റ്സിന്റെ ഡീറ്റെയിൽ ആയിട്ട് പിക്ചർ ഇല്ലുസ്ട്രേഷൻ എല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് WBC ഉണ്ട്, അതുകൂടാതെ പ്ലേറ്റ്ലെറ്റ്സ് ഉണ്ട് അല്ലേ? അപ്പൊ നമുക്ക് ഫസ്റ്റ് തന്നെ WBC വെച്ച് തുടങ്ങാം. ദാറ്റ് ഈസ് വൈറ്റ് ബ്ലഡ് സെൽസ്. Alright. അപ്പൊ വൈറ്റ് ബ്ലഡ് സെൽസിന് നമ്മൾ ലൂക്കോസൈറ്റ്സ് എന്നും അറിയപ്പെടുന്നുണ്ട്. അതും ഓർത്തിരിക്കുക, ലൂക്കോസൈറ്റ്സ് എന്നും അറിയപ്പെടുന്നത് WBC തന്നെയാണ്. അപ്പൊ WBC നെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ആദ്യം ക്ലാസിഫിക്കേഷൻ ഓഫ് WBC ആണ് നോക്കുന്നത്. അതായത് നമുക്ക് WBC രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. Based on the presence and absence of granules in it. അതിനെ നമ്മൾ agranulocytes എന്നും agranulocytes എന്നും അതുപോലെ തന്നെ granulocytes എന്നും ക്ലാസിഫൈ ചെയ്യാം. agranulocytes എന്തായിരിക്കും? ഗ്രാനുൾസ് ഇല്ലാത്ത സെൽസിനെയാണ് നമ്മൾ agranulocytes എന്ന് അറിയപ്പെടുന്നത്. ഗ്രാനുൾസ് സെല്ലിന്റെ ഉള്ളിലുണ്ടെങ്കിൽ granulocytes എന്നാണ് അറിയപ്പെടുന്നത്. നമുക്ക് നോക്കാം, പിക്ചർ വൈസ് തന്നെ പഠിക്കാം. നോക്കിയേ, ഞാൻ പറഞ്ഞ പോലെ granulocytes ഉണ്ട്, agranulocytes ഉണ്ട്. Okay, granulocytes എന്ന് പറയുമ്പോൾ ഈ മൂന്ന് സെല്ലുകൾ നോക്കി, ഈ മൂന്ന് സെൽസിന്റെ ഉള്ളിൽ സൈറ്റോപ്ലാസത്തിൽ ഒരു പർട്ടിക്കുലർ ഗ്രാനുൾസ് പോലെ കാണപ്പെടുന്നുണ്ട്. അപ്പൊ ഇതിനെയാണ് നമ്മൾ ഗ്രാനുലോസൈറ്റ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എഗ്രാനുലോസൈറ്റ്സിന്റെ ക്ലാസിഫിക്കേഷൻ നോക്കി, ഇതിന്റെ ഉള്ളിൽ സൈറ്റോപ്ലാസത്തിൽ ഗ്രാനുൾസ് കാണപ്പെടുന്നില്ല, അതുകൊണ്ടാണ് അതിനെ എഗ്രാനുലോസൈറ്റ്സ് എന്ന് അറിയപ്പെടുന്നത്. ഇതാണ് ജനറൽ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ഗ്രാനുലോസൈറ്റ്സ് ആൻഡ് അഗ്രാനുലോസൈറ്റ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഗ്രാനുലോസൈറ്റ്സിലെ ഏതൊക്കെ സെൽസ് ആണ് ഉള്ളത് എന്ന് നോക്കാം. ന്യൂട്രോഫിൽസ് ഉണ്ട്, ഈസ്നോഫിൽസ് ഉണ്ട്, ബേസോഫിൽസ് ഉണ്ട്. ഓൾറൈറ്റ്, അപ്പൊ ന്യൂട്രോഫിൽ ആദ്യം തന്നെ നോക്കാം. ന്യൂട്രോഫിലിന്റെ കേസിൽ അവരുടെ ന്യൂക്ലിയസ് കണ്ടോ? മൾട്ടി ലോബ്ഡ് ആയിട്ടുള്ള ന്യൂക്ലിയസ് ഉള്ളത്. ഇത് മൂന്നെണ്ണം കാണിച്ചെങ്കിലും മൂന്നെണ്ണം തന്നെ ഉണ്ടാവണമെന്നില്ല, ചിലപ്പോൾ അതിൽ കൂടുതൽ ന്യൂക്ലിയസ് കാണാം. വിച്ച് ഈസ് കണക്റ്റഡ്. ന്യൂക്ലിയസ് മൾട്ടി ലോബ്ഡ് മാത്രമല്ല, അത് തമ്മിൽ കണക്റ്റഡും ആയിരിക്കും. അതാണ് ന്യൂട്രോഫിൽസ് എന്ന് പറയുന്നത്. അപ്പൊ ന്യൂട്രോഫിൽസിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് കിൽ ബാക്ടീരിയ. നമ്മുടെ ബോഡിയിൽ ബാക്ടീരിയ പോലുള്ള ഇൻഫെക്ഷൻ ആണ് വരുന്നതെങ്കിൽ ഉറപ്പായിട്ടും ന്യൂട്രോഫിൽസ് ആണ് കൂടുതൽ അറ്റാക്കിന് ഇറങ്ങുന്നത്. അതാണ് ന്യൂട്രോഫിൽസിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. സെക്കൻഡ് ആയിട്ടുള്ള ഗ്രാനുലോസൈറ്റ് ആണ് ഈസ്നോഫിൽസ് എന്ന് പറയുന്നത്. ഈസ്നോഫിൽസ് എന്ന് പറയുന്നത് ശരിക്കും ഒരു ഹെഡ്സെറ്റ് പോലുള്ള ന്യൂക്ലിയസ് ആണ് ഈസ്നോഫിലിനുള്ളത്. അപ്പോൾ മൾട്ടി ലോബ്ഡ് ആണ് ന്യൂട്രോഫിൽ എങ്കിൽ ഈസ്നോഫില് ഹെഡ്സെറ്റ് പോലുള്ള ന്യൂക്ലിയസ് ആണ് ഈസ്നോഫിലിനുള്ളത്. സ്പെഷ്യലി അവരുടെ വർക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് കിൽ പാരസൈറ്റിക് വേർംസ്. നമ്മുടെ ബോഡിയിൽ പാരസൈറ്റിക് ആയിട്ടുള്ള വേർംസ് കൂടുതൽ വരാണെങ്കിൽ ഈസ്നോഫിൽ ആയിരിക്കും ഡയറക്ട്ലി അറ്റാക്കിന് ഇറങ്ങുന്നത്. Alright, തേർഡ് ആയിട്ടുള്ള ഗ്രാനുലോസൈറ്റ് ആണ് ബേസോഫിൽസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബേസോഫിൽസ് ഓൾമോസ്റ്റ് ഒരു ഇറഗുലർ ഷേപ്പ് ആയിട്ടുള്ള ന്യൂക്ലിയസ് ആണ് ബേസോഫിലിനുള്ളത്. ഈ ബേസോഫിലിന്റെ മെയിൻ ഫംഗ്ഷൻ ഇറ്റ് അട്രാക്ട് അതർ WBC. അതായത് നമ്മുടെ ബോഡിയിൽ ഒരു ഇൻഫെക്ഷൻ വരുവാണെങ്കിൽ ആദ്യം ഈ ബേസോഫിൽ ഇങ്ങനെ നടക്കുന്നുണ്ടല്ലോ നമ്മുടെ ബ്ലഡിലൂടെ, അപ്പൊ ആ ബേസോഫിൽ ഡിറ്റക്ട് ചെയ്യുന്നു, പുറത്തു നിന്ന് ഒരു ഇൻഫെക്ഷൻ വരുന്നുണ്ട് എന്ന് ബേസോഫിൽ ഡിറ്റക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ബേസോഫിൽ ബാക്കിയുള്ള WBCക്ക് മെസ്സേജസ് കൊടുക്കുന്നു. അതായത് പുറമേ നിന്ന് ഒരു ഇൻഫെക്ഷൻ നമ്മുടെ ബോഡിയിലേക്ക് എത്തിയിട്ടുണ്ട്, സോ റെഡി ടു അറ്റാക്ക് എന്നൊരു ഇൻഫർമേഷൻ WBC കൊടുക്കുന്നു. അപ്പൊ അതാണ് ബേസോഫിൽസിന്റെ മെയിൻ ഫംഗ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓൾറൈറ്റ്, അപ്പൊ ഗ്രാനുലോസൈറ്റ് ഏതൊക്കെയാണ്? ന്യൂട്രോഫിൽസ് ഉണ്ട്, ഈസ്നോഫിൽസ് ഉണ്ട്, ബേസോഫിൽസ് ഉണ്ട്. ഇത് ഓർത്തിരിക്കാം. അടുത്തത് എഗ്രാനുലോസൈറ്റ് ആണ്. എഗ്രാനുലോസൈറ്റ്സ് രണ്ടെണ്ണം ഉള്ളത്. ലിംഫോസൈറ്റും ഉണ്ട്, അതുപോലെ തന്നെ മോണോസൈറ്റ്സും ഉണ്ട്. ലിംഫോസൈറ്റ് തന്നെ നമുക്ക് ആദ്യം പറയാം. ലിംഫോസൈറ്റിന്റെ അതിന്റെ ആ ഒരു പിക്ചർ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും അവരുടെ ന്യൂക്ലിയസ് കുറച്ചും കൂടി വലിയ ന്യൂക്ലിയസ് ആണ്. അതായത് സൈറ്റോപ്ലാസം ന്യൂക്ലിയസ് തമ്മിലുള്ള റേഷ്യോ ഒരു വലിയ ഡിഫറൻസ് ഒന്നും കാണുന്നില്ല, ബിക്കോസ് അവർക്ക് അത്രയും സൈറ്റോപ്ലാസം വളരെ കുറവാണ്, വലിയ ന്യൂക്ലിയസ് ആണ് ഇവർക്ക് ഉള്ളത്. Their main function is to fight viruses and tumor. നമ്മുടെ ബോഡിയിലേക്ക് വൈറസ് ട്യൂമർ അറ്റാക്ക് വരുന്നുണ്ടെങ്കിൽ അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത്, ഫൈറ്റ് ചെയ്യുന്നത് ലിംഫോസൈറ്റ് ആണെന്ന് ഓർത്തിരിക്കുക. അത് മാത്രമല്ല ഇറ്റ് ഗീവ് റൈസ് ടു പ്ലാസ്മ സെൽസ്. നമ്മുടെ പ്ലാസ്മ സെൽസും ഗീവ് റൈസ് ചെയ്യുന്നുണ്ട്. നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ലിംഫോസൈറ്റിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ലിംഫോസൈറ്റ് ക്യാൻ ബി divided into two. B lymphocytes and
T lymphocytes. B lymphocytes ആണ് ആന്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്ലാസിഫിക്കേഷൻ ഓർത്തിരിക്കുക. എസ്പെഷ്യലി ഈ ക്ലാസിഫിക്കേഷനും ഇതിന്റെ ഡീറ്റെയിലിംഗ് എല്ലാം തന്നെ ഇമ്മ്യൂൺ സെൽസിന് പഠിക്കുമ്പോഴാണ് എസ്പെഷ്യലി ഉള്ളത്. നിങ്ങൾക്ക് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ വേണമെങ്കിൽ പ്ലീസ് കമന്റ് ഇൻ ദ കമന്റ് ബോക്സ്. ഞാൻ അതൊരു സെപ്പറേറ്റ് വീഡിയോയിൽ ഇത് രണ്ടെണ്ണത്തിന്റെ ഡിസ്റ്റിങ്ഷനെ കുറിച്ചിട്ട് ഇടുന്നതാണ്. സോ ഇത്ര ഓർത്തിരിക്കുക ഈ സമയത്ത്. ലിംഫോസൈറ്റ് രണ്ടെണ്ണം ഉണ്ട്, ബി ലിംഫോസൈറ്റും അതുപോലെ തന്നെ ടി ലിംഫോസൈറ്റും. അപ്പൊ ഈ ബി ലിംഫോസൈറ്റ് ആന്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ രണ്ട് സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുകൂടി ഒന്ന് ഓർത്തിരിക്കുക. അതായത് മെമ്മറി സെൽസും ഉണ്ടാവും, പ്ലാസ്മ സെൽസും ഉണ്ടെന്ന് ഓർത്തിരിക്കുക. മെമ്മറി സെൽസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മെമ്മറി സെൽസ് വൺസ് ഒരു ഇൻഫെക്ഷൻ നമ്മുടെ ബോഡിയിൽ വന്ന് അറ്റാക്ക് ചെയ്തു. അപ്പോൾ ആ ഇൻഫെക്ഷൻ വന്ന് ആന്റിബോഡി പ്രൊഡ്യൂസ് ചെയ്ത ഒരു മെമ്മറി നമ്മുടെ ബ്ലഡിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ സെക്കൻഡ് ടൈം ആ ഒരു ഇൻഫെക്ഷൻ നമ്മുടെ ബോഡിയിൽ വന്ന് അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ ഈ മെമ്മറി സെൽസ് തന്നെ ഇവരെ ഐഡന്റിഫൈ ചെയ്യും. ഓൾറെഡി വന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഈ സെക്കൻഡ് അറ്റാക്കിന് വളരെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഓൾറെഡി അവർക്ക് ഇൻബിൽഡ് ആയിട്ടുള്ള ആന്റിബോഡീസ് എല്ലാം തന്നെ ഉണ്ടാവും. അപ്പോൾ ഇതിനൊക്കെ സഹായിക്കുന്നത് ഈ പറയുന്ന ബി ലിംഫോസൈറ്റ് ആണ്. ബി ലിംഫോസൈറ്റ് ആണ് ആന്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുകൂടി ഓർത്തിരിക്കുക. അപ്പോൾ ലിംഫോസൈറ്റ്സ് ആണ് ഈ പറയുന്ന WBCയിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നത്. സോ ലാസ്റ്റ് ആയിട്ടുള്ള ഗ്രാനുലോസൈറ്റ് ആണ് മോണോസൈറ്റ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മോണോസൈറ്റ്സ് മെയിൻലി മാക്രോഫേജസ് എന്നാണ് പറയുന്നത്. ദേ ഈറ്റ് അപ്പ് ഇൻട്രൂഡേഴ്സ്. നമ്മൾ അമീബയുടെ ഭക്ഷണം കഴിക്കുന്ന രീതി നമുക്ക് അറിയാം. എങ്ങനെയാ? സ്യൂഡോ ആയിട്ടുള്ള ലെഗ്സ് വഴിയിട്ടാണ് അമീബ ഭക്ഷണം കഴിക്കുന്നത് അല്ലെ? അവര് ശരിക്കും ഫാഗോസൈറ്റോസിസ് ആണ്. നമ്മൾ ശരിക്കും അത് വിഴുങ്ങുകയാണ് ചെയ്യുന്നത്. അതേ മെത്തേഡിലാണ് ഈ മോണോസൈറ്റും ഇൻഫെക്ഷൻ അറ്റാക്ക് ചെയ്യുന്നത്. അതായത് ഇപ്പൊ ഒരു ഇൻഫെക്ഷൻ ഇവിടെ വരാണെങ്കിൽ ഇവര് എൻഗൾഫ് ചെയ്യുന്നു. എൻഗൾഫ് ചെയ്തെടുത്തിട്ട് ഇതിനെ ഡൈജസ്റ്റ് ചെയ്ത് കളയാണ് ചെയ്യുന്നത്. അതാണ് മോണോസൈറ്റിന്റെ മെയിൻ ആയിട്ടുള്ള ഫങ്ഷൻ എന്ന് പറയുന്നത്. ഓൾറൈറ്റ്, അപ്പോൾ WBC മൊത്തത്തിൽ എടുത്ത് പറയുകയാണെങ്കിൽ എന്താണ്? WBC are the military gang in our blood which attack all the infections which comes or intrude into our body എന്നാണ് പറയാം. Alright. So this is the classifications of WBCs എന്ന് പറയുന്നത്. ഇനി നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഫാക്ട്സ് അബൌട്ട് WBCs നമുക്കൊന്ന് പഠിക്കാം. അപ്പോൾ ഫാക്ട്സിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം അതിന് പ്രൊഡ്യൂസ്ഡ് ബൈ അല്ലെങ്കിൽ പ്രൊഡ്യൂസ്ഡ് ആയിട്ട് എവിടെയാണെന്ന് പഠിക്കാം. ഈ WBCs സ്പ്ലീനിൽ പ്രൊഡ്യൂസ്ഡ് ആണ്, ലിംഫ് ഗ്ലാൻഡുകളിൽ പ്രൊഡ്യൂസ്ഡ് ആണ്, ബോൺ മാരോയിൽ പ്രൊഡ്യൂസ്ഡ് ആണ്. അപ്പോൾ RBC ജസ്റ്റ് നമ്മൾ ബോൺ മാരോ മാത്രമാണ് പഠിച്ചെങ്കിൽ WBCs സ്പ്ലീനിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ലിംഫ് ഗ്ലാൻഡുകൾ അതുപോലെ തന്നെ ബോൺ മാരോസിലും ഈ പറയുന്ന WBCs പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു എന്ന് ഓർത്തിരിക്കാം. ഇതിന്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 15 ദിവസം മാത്രമാണ് ഇതിന്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത്. Alright, നമ്മൾ നേരത്തെ 120 days ഒക്കെയാണ് RBCയുടെ പറഞ്ഞെങ്കിൽ വെറും 15 ദിവസമാണ് ഈ പറയുന്ന WBCയുടെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത്. അതുമാത്രമല്ല ചില WBCs ലിംഫോസൈറ്റ്സിന്റെ ക്ലാസിഫിക്കേഷൻ ഒക്കെ ഉണ്ട്. B ലിംഫോസൈറ്റും T ലിംഫോസൈറ്റും ഒക്കെ ഉണ്ട്. മെയിൻലി ചിലതെല്ലാം തന്നെ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് മാത്രം കാണപ്പെടുന്ന ലിംഫോസൈറ്റ്സുകളാണ്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ WBCയുടെ ഈ ലൈഫ് സ്പാൻ വളരെ ചുരുക്കമുള്ളതാണെന്നും ഓർത്തിരിക്കാം. ഓക്കെ, അടുത്ത ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോംഡ് എലമെന്റ്സ് ഓഫ് ബ്ലഡിൽ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ബ്ലഡ് സെൽ എന്ന് പറയുന്നത് WBC ആണെന്ന് ഓർത്തിരിക്കുക. റെഡ് ബ്ലഡ് സെൽസും പ്ലേറ്റ്ലെറ്റ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ WBCക്കാണ് ഏറ്റവും കൂടുതൽ സൈസ് ഉള്ളത്. പിന്നെ ബ്ലഡ് സെൽ വിത്തൗട്ട് എനി കളർ. ഈ പിക്ചറിൽ കാണുമ്പോൾ പക്ഷെ നമുക്ക് ഒരു കളേർഡ് ആയിട്ടുള്ള ന്യൂക്ലിയസ് കാണാൻ പറ്റുന്നുണ്ട്. ഇത് ശരിക്കും ഫോർ സേക്ക് ഓഫ് സ്റ്റഡി നമ്മൾ ഒരു സ്റ്റെയിനിങ് വഴിയിട്ട് ഇതിന്റെ ന്യൂക്ലിയസിന് കളർ കൊടുത്തിട്ടുള്ളതാണ്. ആക്ച്വലി ഇത് ഒരു പെയിൽ കളർ, വൈറ്റ് കളറിലാണ് കാണപ്പെടുന്നത്. അതുകൊണ്ടാണ് കളർലെസ് അല്ലെങ്കിൽ WBC എന്നറിയപ്പെടുന്നത്, വൈറ്റ് ബ്ലഡ് സെൽസ് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, ഇറ്റ് ക്യാൻ പ്രൊഡ്യൂസ് ആന്റിബോഡീസ്. നമ്മൾ ലിംഫോസൈറ്റ്സിന്റെ കാര്യം പറഞ്ഞിരുന്നു. ലിംഫോസൈറ്റ് എങ്ങനെയാണ് ഇൻഫെക്ഷനെ പ്രതിരോധിക്കുന്നത്? ബൈ ദ പ്രൊഡ്യൂസിങ് ആന്റിബോഡീസ് വഴിയിട്ടാണ്. ആന്റിബോഡീസ് പ്രൊഡക്ഷൻ വഴിയിട്ടാണ് ബേസിക്കലി ഇൻഫെക്ഷനെ അവർ കില്ല് ചെയ്യുന്നത്. പിന്നെ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 1 ml ഓഫ് ബ്ലഡിൽ എത്രമാത്രം WBCs ഉണ്ട് എന്നത്.
നമ്മൾ RBCയുടെ കാര്യം ലാക്സ് ആയിരുന്നു പറഞ്ഞിരുന്നത് അല്ലെ, പക്ഷെ WBC കമ്പാരിറ്റീവ്ലി വളരെ കുറവാണ്. അതായത് 3700 to 10,000 റേഞ്ച് ആണ് WBCക്ക് ഉള്ളതെന്ന് ഓർത്തിരിക്കുക. RBC ലാക്സ് ആണെങ്കിൽ അതിന്റെ വളരെ കുറവായിട്ടുള്ള 3700 to 10,000 WBCക്കാണ് 1 ml ഓഫ് ബ്ലഡിൽ കാണപ്പെടുന്നത്. ഓൾറൈറ്റ്, പിന്നെ നമ്മൾ RBCയുടെ ഡെഫിഷ്യൻസിയും എക്സസും പറഞ്ഞ പോലെ തന്നെ ഓവർ പ്രൊഡക്ഷൻ ഓഫ് WBC ലുക്കീമിയക്ക് കാരണമായിട്ട് മാറുന്നുണ്ട്. ലുക്കീമിയ അല്ലെങ്കിൽ ബ്ലഡ് ക്യാൻസർ എന്നറിയപ്പെടുന്ന ലുക്കീമിയക്ക് WBCയുടെ ഓവർ പ്രൊഡക്ഷൻ വഴി കാരണമാകുന്നുണ്ടെന്ന് ഓർത്തിരിക്കാം. അതുപോലെ തന്നെ ഡെഫിഷ്യൻസി ഉണ്ടാവുമല്ലോ. WBC ഡെഫിഷ്യൻസി ഡിസീസ് ആണ് ലൂക്കോപീനിയ എന്നാണ് പറയപ്പെടുന്നത്. അവർ വളരെ they are really very prone to infection. ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് അത് പ്രതിരോധിക്കാനുള്ള ഒരു കഴിവില്ല because of lack of this WBC എന്ന് പറയുന്നത്. അപ്പൊ ലുക്കീമിയയും ലൂക്കോപീനിയ, നമ്മൾ എറിത്രോ എന്ന് പറയുന്നത് RBC ആണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചിരുന്നല്ലോ. അതുപോലെ തന്നെ ലൂക്കോ എന്ന് പറയുന്നത് WBC, ആ ഒരു ടേം ഓർക്കുകയാണെങ്കിൽ ഈ ഒരു ഡിസീസ് എല്ലാം എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതാണ് ഓവർ പ്രൊഡക്ഷൻ ആൻഡ് ഡെഫിഷ്യൻസി ഓഫ് WBC എന്ന് ഓർത്തിരിക്കാം. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ടൈപ്സ് ഓഫ് WBCs ആണ്. നമ്മൾ നേരത്തെ ആ ഒരു ക്ലാസിഫിക്കേഷൻ പറഞ്ഞെങ്കിലും ഈ ക്ലാസിഫിക്കേഷനിൽ ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള WBC ലിംഫോസൈറ്റ് ആണെന്ന് ഓർത്ത് വയ്ക്കുക. ലാർജസ്റ്റ് WBC മോണോസൈറ്റ് ആണ്. ശരിക്കും അഗ്രാനുലോസൈറ്റിലാണ് മെയിൻലി ഈ ഒരു സ്മോളസ്റ്റും ലാർജസ്റ്റും കിടന്ന് കളിക്കുന്നത്. അങ്ങനെ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഓൾറൈറ്റ്, പിന്നെ ഈസ്നോഫിൽ ബേസോഫിൽ എല്ലാം ഉണ്ടെന്ന് നമുക്കറിയാം അല്ലെ. പിന്നെ നമ്മൾ WBC RBC ആയിട്ട് പ്രപ്പോർഷൻ നോക്കുകയാണെങ്കിൽ 5000:1, അതായത് RBC 5000 ഉണ്ടെങ്കിൽ അതിൽ ഒരെണ്ണം മാത്രമായിരിക്കും WBC. അതാണ് 5000:1 ആയിരിക്കും RBC:WBCയുടെ റേഷ്യോ എന്ന് പറയുന്നത്. അപ്പൊ ഇത് കാണിക്കുന്നത് എന്താണ്? WBCയുടെ കൗണ്ട് വളരെ കുറവാണെന്നാണ് കാണിക്കുന്നത്. ഓൾറൈറ്റ്, പിന്നെ PSCക്ക് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ലിംഫോസൈറ്റ് എന്ന് ബ്രോഡായിട്ട് പഠിച്ചെങ്കിലും ലിംഫോസൈറ്റിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതായത് നമുക്ക് നോക്കാം, ലിംഫോസൈറ്റ്സിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ B സെൽസ് എന്നും അതുപോലെ തന്നെ T സെൽസ് എന്ന് രണ്ടൊരു ക്ലാസിഫിക്കേഷൻ ഉണ്ടെന്ന് ഓർത്തുവയ്ക്കുക. നമ്മൾ ആന്റിബോഡി പ്രൊഡക്ഷൻ പറഞ്ഞല്ലോ. ഈ ആന്റിബോഡി പ്രൊഡക്ഷൻ ഉണ്ടാക്കുന്നത് ബേസിക്കലി B സെൽസ് ആണ്. ആന്റിബോഡീസ് ഉണ്ടാക്കുന്നത് B സെൽസ് ആണെന്ന് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ഡയറക്ട്ലി നമ്മൾ ട്യൂമർ ക്യാൻസർ സെൽസിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത് ഈ T സെൽസ് ആണെന്ന് ഓർത്തിരിക്കുക. ഓൾറൈറ്റ്, അപ്പോൾ B സെൽസ് ആണ്. നമ്മൾ നേരത്തെ പ്ലാസ്മ സെൽസ്, മെമ്മറി സെൽസ് ഒക്കെ നമ്മൾ നേരത്തെ റെഫർ ചെയ്തിരുന്നല്ലോ. അതെല്ലാം B സെൽസ് റിലേറ്റഡ് ആയിരിക്കും. T സെൽസ് റിലേറ്റഡ് ട്യൂമർ ക്യാൻസറിനെ അറ്റാക്ക് ചെയ്യാനായിട്ടാണ് ബേസിക്കലി T സെൽസ്. അപ്പോൾ B സെൽസും T സെൽസിന്റെ ക്ലാസിഫിക്കേഷൻ ഓർത്ത് വയ്ക്കുക. അത് ആരുടെ ക്ലാസിഫിക്കേഷൻ ആണ്? ലിംഫോസൈറ്റിന്റെ ക്ലാസിഫിക്കേഷൻ ആണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ WBCയിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണ് ഈ പറയുന്ന ലിംഫോസൈറ്റ്സ് കൊടുക്കുന്നത് എന്ന് കൂടി ഓർത്തിരിക്കുക. B സെൽസും T സെൽസും ലിംഫോസൈറ്റ് റിലേറ്റഡ് ആണ്. ഓൾറൈറ്റ്, അപ്പൊ ഇത്രയാണ് നമ്മൾ WBCയെ കുറിച്ച് ഓർത്തിരിക്കേണ്ട കാര്യങ്ങളാണ്. ഇത്രയൊക്കെയാണ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ചോദിക്കത്തുള്ളൂ WBC റിലേറ്റഡ്. ഇനി നമ്മുടെ ലാസ്റ്റ് കമ്പോണന്റ് അല്ലെങ്കിൽ ദ മെയിൻ ഇമ്പോർട്ടന്റ് കമ്പോണന്റ് ആയിട്ടുള്ള പ്ലേറ്റ്ലെറ്റ്സിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യാം. പ്ലേറ്റ്ലെറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് പണ്ട് തൊട്ടേ അറിയാവുന്ന ഒരു കാര്യമാണ്. അതായത് നമുക്കൊരു എന്തെങ്കിലും ഒരു ഇഞ്ചുറി വന്നിട്ടുണ്ടെങ്കിൽ ഒത്തിരി ബ്ലഡ് ഫ്ലോ കഴിഞ്ഞ ശേഷം ഒന്ന് നിൽക്കും അല്ലെ, എപ്പോഴും ഒരു വാട്ടം ഉണ്ടാകും ആ ഇഞ്ചുറി ഭാഗത്ത്. അപ്പൊ ആ ഒരു ഹീലിങ്ങിനെ സഹായിക്കുന്ന കമ്പോണന്റ് ഇൻ അവർ ബ്ലഡ് ആണ് പ്ലേറ്റ്ലെറ്റ്സ് എന്ന് പറയുന്നത്. പ്ലേറ്റ്ലെറ്റ്സ് വരുന്നത് എസ്പെഷ്യലി ഒരു വലിയ സെല്ലായിട്ടാണ്, മെഗാ കാരിയോസൈറ്റ് ആയിട്ടാണ് പ്ലേറ്റ്ലെറ്റ്സ് വരുന്നത്. ഈ മെഗാ കാരിയോസൈറ്റിൽ നിന്ന് പീസ് ആയിട്ട് പൊടിഞ്ഞാണ് പ്ലേറ്റ്ലെറ്റ്സ് ഉണ്ടാകുന്നത്. അങ്ങനെ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ. അതായത് ഒരു വലിയ മെഗാ കാരിയോസൈറ്റിൽ നിന്ന് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യുന്ന കുഞ്ഞു പീസസ് ആണ് പ്ലേറ്റ്ലെറ്റ്സ് എന്ന് ഓർത്തിരിക്കുക. ഓൾറൈറ്റ്, അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ബ്ലഡ് ക്ലോട്ടിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇമ്പോർട്ടന്റ് ഫംഗ്ഷൻ ഈ പറയുന്ന പ്ലേറ്റ്ലെറ്റ്സ് നൽകുന്നുണ്ട്. അതായത് ശരിക്കും നമ്മുടെ ബ്ലഡിൽ ഇതുപോലെ മെഗാ കാരിയോസൈറ്റിന്റെ ചെറിയ പീസസ് ആയിട്ടാണ് കാണപ്പെടുന്നത്. ശരിക്കും ഇത് ഇനാക്ടിവേറ്റഡ് കണ്ടീഷൻ ആണ്, ഇനാക്ടിവേറ്റഡ് ആണ്. അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ ഇത് ആക്ടിവേറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ആ ആക്ടിവേഷൻ നടക്കുന്നത് എപ്പോഴാണ്? വൺസ് an injury forms in our cell. ഒരു നമ്മുടെ സെല്ലിലോ ബ്ലഡ് വെസലിലോ ഒരു ഇഞ്ചുറി വന്നിട്ടുണ്ടെങ്കിൽ ഇതൊരു ആക്ടിവേറ്റഡ് കണ്ടീഷനിലേക്ക് മാറുന്നുണ്ട്. ദിസ് ഈസ് ആക്ടിവേറ്റഡ് പ്ലേറ്റ്ലെറ്റ്സ്. എന്നിട്ട് ഇവിടെ ഇഞ്ചുറിയുടെ ഭാഗത്ത് പോയിട്ട് പ്ലഗ് ചെയ്യുന്നു. അത് ഫൈബ്രിൻ ക്ലോട്ട് പോലെ പ്ലഗ് ചെയ്തിട്ട് ആ ഇഞ്ചുറി ബ്ലോക്ക് ചെയ്യാണ് ചെയ്യുന്നത്.
Alright. അപ്പൊ ഇതാണ് blood clotting എന്ന് പറയുന്നത്. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് താഴെ നോക്കാം. അതിനു മുമ്പായിട്ട് ഈ മെഗാ കാരിയോസൈറ്റ് ഫോർമേഷൻ എന്ന് പറഞ്ഞല്ലോ, അത് ഹീമോപോയിറ്റിക് സ്റ്റെം സെൽസിൽ നിന്നാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് മെഗാ കാരിയോട്ടിക് സൈറ്റ് മാത്രമല്ല, ബാക്കി ബ്ലഡ് സെൽസും ഈ പറയുന്ന ഹീമോപോയിറ്റിക് സ്റ്റെം സെൽസിൽ നിന്നാണ് ഫോം ചെയ്യുന്നത്. അതിന് ഹീമോപോയിസിസ് എന്നാണ് പറയുന്നത്. ഹീമോപോയിസിസ്. ഈ ഹീമോപോയിസിസ് എന്താണെന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് താഴെ ഒന്ന് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഈ മെഗാ കാരിയോസൈറ്റും ഹീമോപോയിസിസ് എന്ന് പറഞ്ഞ പ്രോസസ്സിലൂടെ തന്നെ ഫോം ചെയ്യണതാണെന്ന് ഓർത്തിരിക്കുക. ഇനി നമ്മൾ എങ്ങനെയാണ് ബ്ലഡ് ക്ലോട്ടിങ്, ഒരു ബ്ലീഡിങ് വന്നാൽ ബോഡിയിൽ എങ്ങനെ സ്റ്റോപ്പ് ചെയ്യുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അത് ഹീമോസ്റ്റാസിസ് എന്നാണ് പറയുന്നത്. നോർമലി നമ്മുടെ ബ്ലഡിന് നിൽക്കുന്ന ആ പ്രോസസ്സിനെ നമ്മൾ ഹീമോസ്റ്റാസിസ് എന്നാണ് പറയുന്നത്. ഫസ്റ്റ് ബ്ലീഡിങ് വരുന്നു. ബ്ലീഡിങ്ങിന് ശേഷം വാസ്കുലർ സ്പാം ഉണ്ടാവുന്നു. പിന്നെ പ്ലേറ്റ്ലെറ്റ്സ് വന്ന് പ്ലഗ് ചെയ്ത് ഫോം ചെയ്ത് ബ്ലോക്ക് ചെയ്യുന്നു. പിന്നെയാണ് ബ്ലഡ് ക്ലോട്ടിങ് നടക്കുന്നത്. നമുക്ക് ആ പിക്ചർ വൈസ് ആയിട്ടൊന്ന് ഓരോന്ന് നോക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു, ബ്ലഡ് സ്റ്റോപ്പ് ചെയ്യുന്നതിന് നമ്മൾ ഹീമോസ്റ്റാറ്റിസ് എന്നാണ് വിളിക്കുന്നത്. നമുക്ക് ഫസ്റ്റ് പ്രോസസ്സ് എങ്ങനെയാണ്? ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത്, നമ്മൾ ബ്ലഡ് വെസലിൽ ഒരു ഇഞ്ചുറി വന്നിട്ടുണ്ട്. ഇവിടെയാണ് ഇഞ്ചുറി വന്നിട്ടുണ്ട്. ഇഞ്ചുറി വന്നിട്ടുണ്ടെങ്കിൽ എസ്പെഷ്യലി RBC അടങ്ങിയ ബ്ലഡ് പുറത്തേക്ക് വരുമ്പോൾ റെഡ് കളർ ബ്ലഡ് എക്സ്റ്റേണലി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലെ? ഇപ്പൊ ബ്ലഡ് പോയിക്കൊണ്ടിരിക്കുവാണ് ഒത്തിരി. സെക്കൻഡ് പ്രോസസ്സ് എന്താണ്? വാസ്കുലർ സ്പാസം ആണ്. വാസ്കുലർ സ്പാസം എന്ന് പറയുന്നത് ഈ പറയുന്ന ബ്ലഡ് വെസൽ കുറച്ചൊന്ന് ചുരുങ്ങാൻ തുടങ്ങും. ഒത്തിരി ബ്ലഡ് പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ ബ്ലഡ് വെസൽസ് ഉറപ്പായിട്ടും ഒന്ന് ചുരുങ്ങുമല്ലോ, ഒരു ചുരുക്കം വരുന്നുണ്ട്. അപ്പോ ഇതിലുള്ള പ്ലേറ്റ്ലെറ്റ്സിൽ ആക്ടിവേറ്റഡ് ആവുന്നു. ഈ ഒരു കണ്ടീഷനിലാണ് ആക്ടിവേഷൻ നടക്കുന്നത്. മനസ്സിലായോ? അപ്പൊ ആക്ടിവേഷൻ നടക്കുമ്പോൾ ചുരുങ്ങുമ്പോൾ തന്നെ മനസ്സിലാവും പ്ലേറ്റ്ലെറ്റ്സിന് ആക്റ്റീവ് ആവാനുള്ള സമയമായി എന്ന്. പ്ലേറ്റ്ലെറ്റ്സിന് മനസ്സിലാവും, ആക്ടിവേറ്റഡ് ആവും. ആക്ടിവേറ്റഡ് ആയതിനു ശേഷം ഇവർ ഫൈബ്രിൻ വെച്ചിട്ട് ഇവിടെ ക്ലോഗ് ചെയ്യാണ് ചെയ്യുന്നത്. ഒരു പ്ലഗ് ചെയ്യും. ഇവിടെ പ്ലഗ് ചെയ്യുകയാണെങ്കിൽ ഇനിയുള്ള ബ്ലഡ് ഫ്ലോ ഉണ്ടാവത്തില്ല, ഇവിടെ സ്റ്റോപ്പ് ആവാണ് ചെയ്യുന്നത്. Alright. അപ്പൊ കോagulation. അതിനുശേഷം ഈ ബ്ലഡ് വെസൽസ് ഇങ്ങനെ ഇവിടെ വന്ന് സ്റ്റോപ്പ് ചെയ്ത് ഈ പറയുന്ന ഫൈബ്രിൻ നെറ്റ്വർക്ക് എല്ലാം തന്നെ ക്ലോട്ട് ആയിട്ട് മാറാണ് ചെയ്യുന്നത്. ദിസ് ഈസ് ജനറൽ ആയിട്ട് ബ്ലഡ് ക്ലോട്ടിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഫൈബ്രിൻ, പിന്നെ നമുക്കറിയാം, നമുക്കൊരു മുറിവ് വരാണെങ്കിൽ ഒരു റെഡ് കളർ അല്ലെങ്കിൽ ഒരു ബ്രൗൺ ആയിട്ടുള്ള ഒരു പാച്ച് ആ മുറിവിന്റെ അവിടെ ഉണ്ടാവുന്നുണ്ട്. പിന്നെ ഈ പറയുന്ന ബ്രൗൺ പാച്ച് കുറച്ച് നാൾ കഴിഞ്ഞ് കഴിയുമ്പോൾ അത് പോകുന്നുണ്ട്. അപ്പൊ അതിനെ ഫൈബ്രിനോലൈസിസ് എന്നാണ് പറയുന്നത്. ഫൈബ്രിനോലൈസിസ്. അപ്പൊ ആരാണ് ഇവിടെ വന്ന് ക്ലോഗ് ചെയ്യുന്നത്? ഫൈബ്രിൻ നെറ്റ്വർക്ക് ആണ്. അപ്പൊ ഫൈബ്രിൻ നെറ്റ്വർക്ക് എല്ലാ ഹീലിംഗിന് ശേഷം പൊടിഞ്ഞു പോകുന്നതിന് നമ്മൾ ഫൈബ്രിനോലൈസിസ് എന്നാണ് അറിയപ്പെടുന്നത്. ഇതാണ് ഇൻ ജനറൽ ബ്ലഡ് ക്ലോട്ടിംഗ് എന്ന് പറയുന്നത്. പക്ഷേ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് എന്തെല്ലാമാണ്, ഫൈബ്രിൻ മാത്രമല്ല, കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് എന്തെല്ലാം ഈ ബ്ലഡ് ക്ലോട്ടിങ്ങിൽ ഹെൽപ്പ് ചെയ്യുന്നു എന്നുകൂടി ഓർത്തിരിക്കണം. നമുക്ക് ഓരോ നോക്കാം. ഫസ്റ്റ്, പ്രോത്രോംബിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പോണന്റ് നമ്മുടെ ബ്ലഡിൽ ഉണ്ട് എന്ന് ഓർത്തിരിക്കുക. ഈ പ്രോത്രോംബിൻ ത്രോംബിനായിട്ട് ആക്ടിവേറ്റ് ചെയ്യുന്ന പ്രോസസ് ആണ്. അപ്പൊ പ്രോത്രോംബിൻ ത്രോംബിനായിട്ട് ആക്ടിവേറ്റ് ചെയ്യുന്നു. ഈ ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന കമ്പോണന്റ് ആണ് പ്രോത്രോംബിൻ ആക്ടിവേറ്റർ എന്നാണ് പറയുന്നത്. അപ്പൊ അതിന് വേണ്ട വേറൊരു എലമെന്റ് ആണ് കാൽഷ്യം. ഓർത്തിരിക്കുക, RBC റിലേറ്റ് ചെയ്ത് പറഞ്ഞപ്പോൾ നമ്മൾ എന്തായിരുന്നു? അയേൺ ആണ് പറഞ്ഞത്. പ്ലേറ്റ്ലെറ്റ് റിലേറ്റ് ചെയ്ത് ഓർത്തിരിക്കേണ്ട കമ്പോണന്റ് ആണ് കാൽഷ്യം. ഒരിക്കലും മറക്കരുത്. കമ്പയർ ചെയ്ത് പഠിക്കുമ്പോൾ കാൽഷ്യം, പ്ലേറ്റ്ലെറ്റ്സും അയേൺ എന്ന് പറയുന്നത് RBC റിലേറ്റഡ് ആണെന്നും ഓർത്തിരിക്കാം. അപ്പൊ എന്ത് സംഭവിച്ചു? പ്രോത്രോംബിൻ ത്രോംബിനായിട്ട് മാറി. ഇനി ഈ ത്രോംബിൻ എന്താണ്? ശരിക്കും ഫൈബ്രിൻ ആണ് നമുക്ക് ലാസ്റ്റ് വേണ്ടത്. അപ്പോൾ ഈ ഫൈബ്രിൻ ഫോർമേഷന് വേണ്ടിയിട്ട് നമ്മുടെ ബ്ലഡിൽ ഫൈബ്രിനോജന്റെ ഫോമിലാണ് ബ്ലഡിൽ കാണപ്പെടുന്നത്. നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു, പ്ലാസ്മയിൽ കാണുന്ന ഒരു പ്രോട്ടീന്റെ പേരാണ് ഫൈബ്രിനോജൻ. അപ്പൊ നമ്മൾ അവിടെ റെഫർ ചെയ്തിരുന്നു. ഈ ഫൈബ്രിനോജൻ, പ്ലാസ്മയിലുള്ള ഫൈബ്രിനോജനെ ആക്ടിവേറ്റ് ചെയ്തിട്ട് ഫൈബ്രിനോജൻ മോണോമർ ആയിട്ട് മാറുന്നു. പിന്നെ അത് ഫൈബ്രിൻ ഫൈബേഴ്സ് ആയിട്ട് മാറുന്നു. അപ്പോൾ ഈ ആക്ടിവേഷന് സഹായിക്കുന്ന കമ്പോണന്റ് ആണ് ത്രോംബിൻ എന്ന് പറയുന്നത്. പക്ഷേ ത്രോംബിൻ എപ്പോഴും ബ്ലഡിൽ കാണുന്നില്ല. ത്രോംബിൻ എങ്ങനെയാണ് ബ്ലഡിൽ കാണുന്നത്? പ്രോത്രോംബിന്റെ ഭാഗമായിട്ടാണ്, അല്ലെങ്കിൽ പ്രോത്രോംബിൻ എന്ന പേരിലാണ്, ഇനാക്റ്റീവ് സ്റ്റേജിലാണ് ബ്ലഡിൽ കാണുന്നത്. അപ്പോൾ പ്ലേറ്റ്ലെറ്റ്സിന്റെ ആക്ടിവേഷന് ആദ്യമായിട്ട് ചെയ്യുന്നത് എന്താണ്? അല്ലെങ്കിൽ ത്രോംബിനെ ആക്ടിവേറ്റ് ചെയ്യണം. അപ്പോൾ പ്രോത്രോംബിനെ ആക്ടിവേറ്റ് ചെയ്ത് ത്രോംബിൻ ആയിട്ട് മാറ്റുന്നു വിത്ത് ദ ഹെൽപ്പ് ഓഫ് പ്രോത്രോംബിൻ ആക്ടിവേറ്റർ ആൻഡ് കാൽഷ്യം. ഈ ത്രോംബിൻ എന്താ ചെയ്യുന്നത്? ഫൈബ്രിനോജനെ ആക്ടിവേറ്റ് ചെയ്യാൻ സഹായിക്കുന്നത്. ഈ ഫൈബ്രിനോജനെ ആക്ടിവേറ്റ് ചെയ്ത് ഫൈബ്രിനോജൻ മോണോമർ ആയിട്ട് മാറുന്നു. ഈ മോണോമേഴ്സ് എന്ന് പറഞ്ഞ സിംഗിൾ യൂണിറ്റ് ആണ്. പിന്നെ ഒത്തിരി മോണോമേഴ്സ് കൂടി ഫൈബ്രിൻ ഫൈബർ ആയിട്ട് മാറുന്നു. ഇപ്പൊ ഈ മോണോമർ കൂടി ജോയിൻ ചെയ്യാനായിട്ട് കാൽഷ്യം എലിമെന്റ്സിന്റെ സഹായമുണ്ട് എന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഇതാണ് ബേസിക് ആയിട്ടുള്ള
പ്ലേറ്റ്ലെറ്റ്സിന്റെ കോആഗുലേഷനിൽ അടങ്ങിയിരിക്കുന്ന കമ്പോണൻസ് എന്ന് പറയുന്നത്. ഈ ത്രോംബിൻ വീണ്ടും ത്രോംബിൻ ആക്ടിവേറ്റ് ദ ഫൈബ്രിൻ സ്റ്റെബിലൈസിംഗ് ഫാക്ടർ. ഈ ഫൈബ്രിൻ മോണോമർ ഫൈബ്രിൻ ഫൈബേഴ്സ് ആയിട്ട് മാറിയെങ്കിലും അത് ആക്ടിവേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ സ്റ്റെബിലൈസ് ചെയ്യുന്ന കുറച്ച് കമ്പോണന്റ് ഉണ്ട്. അത്ര ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചില്ലെങ്കിലും ഇത്ര കാര്യം ഓർത്ത് വെക്കുക. പ്രോത്രോംബിൻ ഉണ്ട്, ത്രോംബിൻ ഉണ്ട്, ഫൈബ്രിനോജൻ ഉണ്ട്, ഫൈബ്രിൻ ഫൈബേഴ്സ് ഉണ്ടെന്ന് ഓർത്തിരിക്കുക. കാൽഷ്യം ആണ് ഇമ്പോർട്ടന്റ് ആയിട്ട് ഇവിടെ ആക്ടിവേറ്റ് ചെയ്യുന്ന എലമെന്റ് എന്ന് കൂടി ഓർത്തിരിക്കുക. അപ്പോൾ ഇത്രയാണ് മെയിൻലി ബ്ലഡ് ക്ലോട്ടിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓൾറൈറ്റ്. ഇനി പക്ഷേ PSC പോയിന്റ് ഓഫ് വ്യൂവിൽ കുറച്ചും കൂടി ഫാക്ട്സ് കൂടി ഓർത്തിരിക്കണം. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഒന്ന് റിവിഷൻ ആയിട്ടാണ് ഓർത്തിരുന്നാൽ മതി. അപ്പോൾ പ്ലേറ്റ്ലെറ്റ്സിന്റെ പ്രൊഡക്ഷൻ സൈറ്റ് എവിടെയാണ്? ബോൺ മാരോ തന്നെയാണ്. പക്ഷെ WBC യിലാണ് നമ്മൾ തൈമസും സ്പ്ലീനും ഒക്കെ പറഞ്ഞത്. ബാക്കി RBC യുടെയും പ്ലേറ്റ്ലെറ്റ്സിന്റെയും കോമൺ ആയിട്ടുള്ള പ്രൊഡക്ഷൻ പോയിന്റ് ആണ്, ദാറ്റ് ഈസ് ബോൺ മാരോ. ലൈഫ് സ്പാൻ ഓഫ് പ്ലേറ്റ്ലെറ്റ്സ് എടുക്കുകയാണെങ്കിലോ 4 to 7 days ആണ് ഒരു പ്ലേറ്റ്ലെറ്റ്സിന്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും കുറവ് ഈ പറയുന്ന പ്ലേറ്റ്ലെറ്റ്സിന്റെ ലൈഫ് സൈക്കിൾ ആണ്. കാരണം എന്താ? ഒരു ഇഞ്ചുറി വന്നാൽ മാത്രം ആക്ടിവേറ്റ് ചെയ്യുന്ന ഒരു കമ്പോണന്റ് ആണ് പ്ലേറ്റ്ലെറ്റ്സ്. അപ്പൊ ഇഞ്ചുറി ഒരു ആഴ്ചക്കുള്ളിൽ എല്ലാവരും ഹീലായി പോകുന്നുണ്ട്. അതുകൊണ്ട് ഒരു ആവറേജ് 4 to 7 days ആണ് പ്ലേറ്റ്ലെറ്റ്സിന്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത്. പിന്നെ ബ്ലഡ് സെൽസ് വിത്തൗട്ട് എനി ന്യൂക്ലിയസ് ഓർ കളർ. അപ്പോൾ വിത്തൗട്ട് എനി ന്യൂക്ലിയസ് എന്ന് പറയുന്നത് നമ്മൾ RBC ആണെന്ന് പഠിച്ചിരുന്നു. വിത്തൗട്ട് എനി കളർ, അത് രണ്ടും കമ്പൈൻ ചെയ്ത് വിത്തൗട്ട് എനി ന്യൂക്ലിയസും വിത്തൗട്ട് എനി കളറും കമ്പൈൻ ചെയ്ത് വരുന്നത് നമ്മുടെ പ്ലേറ്റ്ലെറ്റ് ആണെന്ന് ഓർത്തിരിക്കാം. പിന്നെ ഇത് ക്ലോട്ടിംഗ് ഓഫ് ബ്ലഡിനെ സഹായിക്കുന്നുണ്ട്, ഓഫ് കോഴ്സ്. പിന്നെ അതിന്റെ നമ്പർ നോക്കണം. 1 ml ഓഫ് ബ്ലഡിൽ 2.5 to 3.5 lakhs പ്ലേറ്റ്ലെറ്റ്സ് കാണപ്പെടുന്നുണ്ട്. മനസ്സിലായോ? അപ്പോൾ RBC ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയാണ്? RBC-നേക്കാളും കുറവാണ്, പക്ഷെ WBC-നേക്കാളും കൂടുതലാണ്. 2.5 to 3.5 lakh പ്ലേറ്റ്ലെറ്റ്സ് ശരിക്കും നമ്മുടെ 1 ml ഓഫ് ബ്ലഡിൽ കാണപ്പെടുന്നുണ്ട് എന്ന് പറയുന്നത്. പക്ഷെ അത് എന്ത് സ്റ്റേജിലാണ്? ഇനാക്റ്റീവ് ആയിട്ടുള്ള സ്റ്റേജ് ആണ്. ആക്റ്റീവ് ആകുന്ന എപ്പോഴാണ്? എന്തെങ്കിലും ഇഞ്ചുറി വരിക. ഓക്കെ. നെക്സ്റ്റ്, ദ പ്രോസസ് ഓഫ് ബ്ലഡ് ക്ലോട്ടിങ്ങിനെ നമ്മൾ കോആഗുലേഷൻ എന്നാണ് പറഞ്ഞത്, നമുക്കറിയാവുന്നതാണ്. പിന്നെ ഒരു ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ ഒരു 3 to 8 minutes എടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒരു ആവറേജ് ആയിട്ടുള്ള ഒരു വാല്യൂ ആണ്. ഒരു ഇഞ്ചുറി വന്നിട്ട് ബ്ലഡ് നിൽക്കുന്നത്, അതായത് ബ്ലഡ് ഫ്ലോ ചെയ്ത് നിൽക്കുന്നത് ഓൾമോസ്റ്റ് ഒരു 3 to 8 minutes എടുക്കുന്നുണ്ടെന്ന് ഓർത്തിരിക്കാം. പിന്നെ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചതാണ്, ഒന്ന് റിവൈസ് ചെയ്യാം. ദ എൻസൈം വിച്ച് ഹെൽപ്സ് ഇൻ ബ്ലഡ് ക്ലോട്ടിംഗ്, ത്രോംബോകൈനേസ് എന്ന് പറഞ്ഞിട്ടുള്ള എൻസൈം ആണ്. എൻസൈം റിലേറ്റഡ് വിത്ത് ബ്ലഡ് ക്ലോട്ടിംഗ് എന്ന് പറയുന്നത് ത്രോംബോകൈനേസ് ആണെന്ന് ഓർത്തിരിക്കുക. ഓൾറൈറ്റ്. പിന്നെ മിനറൽ വിച്ച് ഹെൽപ്സ് ഇൻ ബ്ലഡ് ക്ലോട്ടിംഗ്, കാൽഷ്യം ആണ്, നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു. പ്രോട്ടീൻ വിച്ച് ഹെൽപ്സ് ഇൻ ബ്ലഡ് ക്ലോട്ടിംഗ്, ഫൈബ്രിനോജൻ, നേരത്തെ ആ സൈക്കിളിൽ നോക്കിയിരുന്നു. ഈ എൻസൈം ഒന്നുകൂടി ഒന്ന് ഓർത്തിരിക്കുക. ത്രോംബോകൈനേസ്, നമ്മൾ ത്രോംബിനൊക്കെ പ്രോത്രോംബിനൊക്കെ പഠിച്ചിരുന്നു. അപ്പൊ കൈനേസ് എന്ന് പറഞ്ഞിട്ടുള്ള വേർഡ് ഓർക്കുക. കൈനേസ് എന്ന് റിലേറ്റ് ചെയ്ത് എല്ലാം എൻസൈംസ് ആണ്. അപ്പൊ എൻസൈം റിലേറ്റഡ് വിത്ത് ബ്ലഡ് ക്ലോട്ടിംഗ് എന്താണ്? ത്രോംബോകൈനേസ് ആണെന്ന് ഓർത്തിരിക്കാം. അപ്പൊ ത്രോംബോകൈനേസ്, കാൽഷ്യം, ഫൈബ്രിനോജൻ. പിന്നെ ബ്ലഡ് പ്ലാസ്മ വിത്തൗട്ട് ക്ലോട്ടിംഗ് ഫാക്ടറിന് സെറം എന്ന് പറയുന്നത്. ശരിക്കും ബ്ലഡ് പ്ലാസ്മ എന്ന് പറയുന്നത് അതിൽ ക്ലോട്ടിംഗ് ഫാക്ടർ ഇല്ല എങ്കിൽ അതിനെ സെറം എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ആ സെറം പ്ലാസ്മ ഡിഫറൻസ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ജസ്റ്റ് കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ സെറം എന്ന് പറയുന്നത് എന്താണ്? ബ്ലഡ് പ്ലാസ്മ വിത്തൗട്ട് ക്ലോട്ടിംഗ് ഫാക്ടർ ആണെന്ന് ഓർത്തിരിക്കുക. ഇതിൽ കൂടുതൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. നെക്സ്റ്റ്, ക്ലോട്ടിംഗ് ഓഫ് ബ്ലഡ് ഇൻ ബ്ലഡ് വെസൽ ഈസ് കോൾഡ് ത്രോംബോസിസ്. ശരിക്കും ബ്ലഡ് വെസലിന്റെ ഉള്ളിൽ ചിലപ്പോൾ ക്ലോട്ടിംഗ് നടക്കുന്നുണ്ട്, അതിന് ത്രോംബോസിസ് എന്നാണ് അറിയപ്പെടുന്നത്. ബ്ലഡ് വെസലിന്റെ ഉള്ളിൽ ക്ലോട്ടിംഗ് നടക്കുകയാണെങ്കിൽ ത്രോംബോസിസ് എന്ന് അറിയപ്പെടുന്നു. പിന്നെ ഇന്നബിലിറ്റി ഓഫ് ബ്ലഡ് ക്ലോട്ടിംഗ്, ഹീമോഫീലിയ എന്ന് പറയുന്നത്. ചിലവർക്ക് ഹീമോഫീലിയ എന്ന് പറയുന്ന ഡിസീസ് ഉണ്ട്. അതായത് ഒരു ഇഞ്ചുറി വന്നിട്ടുണ്ടെങ്കിൽ ബ്ലഡ് തന്നെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു, അതായത് അവർക്ക് പെട്ടെന്ന് ബ്ലഡ് ക്ലോട്ടിംഗ് നടക്കുന്നില്ല. ഒത്തിരി ഒരു ചെറിയൊരു ഇഞ്ചുറി വന്നാലും ഒത്തിരി ബ്ലഡ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പൊ അതൊരു ശരിക്കും ഒരു ഹെറിഡിറ്ററി ഡിസീസ് ആണ്. അതിന് ഹീമോഫീലിയ എന്നാണ് അറിയപ്പെടുന്നത്. ഹീമോഫീലിയ വളരെ കോമൺ ആയിട്ടുള്ള ഒരു ഡിസീസ് ആണ്. അതിനെ നമ്മൾ റോയൽ ഡിസീസ് എന്നാണ് വിളിക്കുന്നത്. അതായത് ബ്രിട്ടനിലുള്ള രാജകുടുംബത്തിൽ മിക്കവർക്കും ഈ പറയുന്ന ഹീമോഫീലിയ ഡിസീസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ റോയൽ ഡിസീസ് എന്ന് ഇത് അറിയപ്പെടുന്നത്. അല്ലെങ്കിൽ ക്രിസ്മസ് ഡിസീസ് എന്നും അറിയപ്പെടുന്നുണ്ട്. ക്രിസ്മസ് ഡിസീസ് എന്ന് പറയാൻ കാരണം ക്രിസ്മസ് റിലേറ്റഡ് ഒന്നുമല്ല, നമ്മുടെ പ്ലേറ്റ്ലെറ്റ്സിന്റെ ശരിക്കും നമ്മൾ ഇവിടെ പറഞ്ഞ സൈക്കിൾ എന്ന് പറയുമ്പോൾ ഒരു ജനറൽ ആയിട്ടുള്ള സൈക്കിൾ ആണ്. പക്ഷെ ഇത് മാത്രമല്ല, ഒത്തിരി കോഫാക്ടേഴ്സും ഫാക്ടേഴ്സും ഒക്കെ ഉണ്ട്.
ഇതിന് തന്നെ ഒത്തിരി കോഫാക്ടേഴ്സും ശരിക്കും ആ ഒരു കാസ്കേഡ് സൈക്കിൾ ആണ്. ഒന്ന് ആക്ടിവേറ്റ് ചെയ്ത് വേറൊന്നിനെ ആക്ടിവേറ്റ് ചെയ്ത് അങ്ങനെ ഒരു കാസ്കേഡ് സൈക്കിൾ ആണ് പ്ലേറ്റ്ലെറ്റ്സിന്റെ ഫോർമേഷനും ആക്ടിവേഷനും എല്ലാം തന്നെ. അതുപോലെ തന്നെ ഈ ഒരു പ്ലേറ്റ്ലെറ്റ് ഫോർമേഷന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫാക്ടറിന്റെ പേരാണ് ക്രിസ്മസ് ഫാക്ടർ എന്ന് പറയുന്നത്. ക്രിസ്മസ് ഫാക്ടർ. ഓക്കെ, അപ്പൊ ഈ ക്രിസ്മസ് ഫാക്ടർ ആണ് ബ്ലഡ് ക്ലോട്ടിങ്ങിന് ആക്ടിവേഷനിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ. അപ്പൊ ഈ ഫാക്ടർ ഡെഫിഷ്യൻസി ആണ് എസ്പെഷ്യലി ഹീമോഫീലിയക്ക് കാരണമാകുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ക്രിസ്മസ് ഡിസീസ് എന്നറിയപ്പെടുന്നത്. അപ്പൊ ഹീമോഫീലിയ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഹെറിഡിറ്ററി ഡിസീസ് ആണ്, റോയൽ ഡിസീസ് ആണ്, ക്രിസ്മസ് ഡിസീസ് എന്നും അതിനെ അറിയപ്പെടുന്നുണ്ടെന്ന് ഓർത്തിരിക്കാം. പിന്നെ ആന്റി കോയാഗുലന്റ് ആയിട്ടുള്ള ഒരു കമ്പോണന്റ് blood vessels present ആണ്. കാരണം anticoagulant in the blood that prevents the coagulation of blood vessel. blood vessel ന്റെ ഉള്ളിൽ ക്ലോട്ട് നടന്നിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്താ വിളിക്കുന്നതെന്ന് പറഞ്ഞു? ത്രോംബോസിസ് എന്ന് പറയുന്നത്. പക്ഷേ ഒരിക്കലും നമ്മുടെ നോർമൽ ആയിട്ട് പോകുന്ന ബ്ലഡ് വെസലിൽ ക്ലോട്ട് വരാൻ പാടില്ല. അപ്പോൾ ആ ഒരു ക്ലോട്ട് വരാതെ സഹായിക്കുന്നത് ആന്റികോഗുലന്റ് കമ്പോണന്റ് നമ്മുടെ ബ്ലഡിലുണ്ട്. അതിനെ നമ്മൾ ഹെപ്പാരിൻ എന്നാണ് വിളിക്കുന്നത്. എന്താ? ഹെപ്പാരിൻ. അതും ഓർത്തിരിക്കുക, ചിലപ്പോൾ എക്സാമിന് ചോദിക്കാം. ഹെപ്പാലിൻ ബേസോഫിൽ എന്ന് പറഞ്ഞിട്ടുള്ള WBC ആണ് ഈ പറയുന്ന ഹെപ്പാരിൻ സിന്തസൈസ് ചെയ്യുന്നത്. Alright, this is the factual component related with the platelets എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു. The formed elements of RBC, WBC, platelets ഉം ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. So hope you guys enjoy this class. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഞാൻ ഉറപ്പായിട്ടും അത് ക്ലിയർ ചെയ്യുന്നതാണ്. So until next video, stay tuned.